വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. ഇതാണ് ശ്രീ നാരായണ ഗുരുദേവ് പറഞ്ഞത്. ഇത് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഈ BJP NDAയ്ക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് കോട്ടാണ്. എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, BJP NDAനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. കഴിവുള്ള യൂത്ത് പോകുന്നത് അവസരങ്ങളുള്ള സംസ്ഥാനം. മനസ്സിലായില്ലേ? ഞാൻ ഇത് ഇംഗ്ലീഷ് പറയാം. ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ കം ടു വേർ ദ ടാലന്റ് ഇസ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വേർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തില് അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോവും. യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിക്ഷേപം വരാൻ ഒരു ഇൻസെന്റീവും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് ഈ വരുന്ന കാലത്തും ഇന്ന് വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി. അതുകൊണ്ട് നമ്മുടെ കേരളയിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല, നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത്. വിദ്യാഭ്യാസമുള്ള തലമുറ, IT, ടൂറിസം, മാനുഫാക്ചറിംഗ്, ഇതെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ടീമിന്റെ ഒരു സിസ്റ്റം നിലയിൽ ഈ വികസന സന്ദേശം നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വീട്ടിൽ എത്തിക്കണം. ഈ ഡെവലപ്മെന്റ് വിഷൻ, ഈ കേരളയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഡെവലപ്മെന്റ് വിഷൻ നമുക്ക് എല്ലാ വീട്ടിലും പോയിട്ട് എത്തിക്കണം. ഇന്ത്യ വരുന്ന കാലത്തിൽ ഇതിൽ ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യ വരുന്ന കാലത്തിൽ ഒരു വികസിത് ഭാരത് ആവും. നമ്മുടെ കേരളയും ഒരു വികസിത് കേരള ആവണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇത് നമ്മുടെ ദൗത്യം. എല്ലാവർക്കും പുരോഗതി, വികസനത്തിന് അവസരം കിട്ടണം. എല്ലാ മതം, എല്ലാ സമുദായത്തിന്റെ ജനങ്ങൾക്ക് അവസരം നൽകണം എന്നാണ് ഈ വികസിത് കേരളത്തിന്റെ ഉണ്ടാക്കാൻ നമ്മൾ മാറ്റാൻ പോകുന്ന നമ്മുടെ ഒരു ലക്ഷ്യം. അതാണ് നമ്മുടെ ദൗത്യം. ഞാൻ ഒടുവിൽ ഈ മാറ്റത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒടുവിൽ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ പോകുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് NDA സർക്കാർ അധികാരത്തിൽ എത്തണം. മാറ്റം കൊണ്ടുവരാൻ ഇതാണ് ഒരു മാർഗം. ഇത് മാത്രം ഒരു മാർഗമാണ്. അപ്പോൾ NDA BJP അധികാരത്തിൽ കൊണ്ടുവരാനാണ് എനിക്ക് തന്ന ദൗത്യം. എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, BJP NDAനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. അതുകൊണ്ട് അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച 8 സെൻട്രൽ സ്കൂൾ, ഇന്ത്യയിൽ വേറെ സ്ഥലത്തിൽ പഠിച്ച, അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത 18 കൊല്ലം
ജനസേവ ചെയ്ത് രാജ്യസഭ MP ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ കമ്മിറ്റ്മെന്റ് തരുന്നു. ഞാൻ എൻ്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ വികസിത കേരളം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യത്തിന്. ഞാൻ ഇന്ന് എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും അനുഗ്രഹം, എല്ലാവരുടെയും സ്നേഹം അഭ്യർത്ഥിക്കുന്നു. എന്റെ വാക്കു ചുരുക്കുന്ന മുമ്പ് ഞാൻ ശ്രീ നാരായൺ ഗുരുദേവിന്റെ ഒരു കോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. ഇതാണ് ശ്രീ നാരായൺ ഗുരുദേവ് പറഞ്ഞത്. ഇത് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഈ BJP NDAയ്ക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് കോട്ടാണ്. വരൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വികസിത കേരളം നമ്മുടെ ദൗത്യമാക്കാം, അതിനുവേണ്ടി സമർപ്പിക്കാം. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നമസ്കാരം. എന്റെ കൂടെ പറയൂ, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ജയ് കേരളം, ജയ് ഹിന്ദ്. അടുത്തതായി വേദിയിലുള്ള മുതിർന്ന നേതാക്കന്മാർ രാജ്യചന്ദ്രജിയെ ഷാളണിയിച്ച് ആദരിക്കും. അതിനുശേഷം ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാരും അതിനെ തുടർന്ന് മറ്റ് പ്രവർത്തകരും അദ്ദേഹത്തെ ഷാളണിച്ച് സ്വീകരിക്കും. അതിനായി എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കും. ദേശീയഗാനം ആലപിച്ച ശേഷം മാത്രമേ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയുള്ളൂ. ദേശീയഗാനം ആലപിച്ച ശേഷം മാത്രമേ പ്രവർത്തകർ പിരിഞ്ഞു പോകാറുള്ളൂ.